പിതാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. പുത്രനായ ദൈവമേ, അവിടത്തേക്ക് ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടത്തേക്ക് മഹത്വം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങേ കരങ്ങളിലേക്ക് ഈ കടന്നു വരുന്ന നിമിഷങ്ങളെ പൂർണ്ണമായി സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ നിയോഗങ്ങളും ഹൃദയത്തിൽ പേറിക്കൊണ്ട്, പ്രാർത്ഥനാ നിയോഗങ്ങളും കരങ്ങളിൽ പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ സന്നിഹിതരായിരിക്കുന്ന സർവ്വ ദൈവമക്കളെയും അങ്ങേ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പണം ചെയ്യുന്നു. ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞ മക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ്, ദൈവമാതാവിനെ കുറിച്ചാണ്. വചനം തരുന്നു ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 49-ാം വാക്യം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ഇന്ന് പരിശുദ്ധ അമ്മ ദൈവമാതാവ് നമ്മോട് പറയുന്നുണ്ട്, നാം സഹായം തേടുന്നത് സർവശക്തനായ ദൈവത്തിലാണ്. നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന കർത്താവ്. സങ്കീർത്തനം 57:2 നാം വായിക്കുന്നു, അത്യുന്നതനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന സർവശക്തനായ ദൈവത്തെ തന്നെ ദൈവത്തിൽ പൂർണ്ണമായി ശരണം വെച്ച്, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വെച്ച് കടന്നു നീങ്ങുന്ന പരിശുദ്ധ അമ്മ. ഇന്ന് പരിശുദ്ധ അമ്മയോട് ഭക്തിയില്ലാത്തവരായി കേരളക്കരയിൽ ആരും തന്നെ ഉണ്ടാകുകയില്ല. അത്രമാത്രം പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം കേരള കത്തോലിക്ക ഹൃദയങ്ങളിൽ രൂഢമൂലമാണ്. പിതാവായ ദൈവത്തിൻ്റെ, അത്യുന്നതനായ ദൈവത്തിൻ്റെ വിശിഷ്ടമായ സമ്മാനമാണ്, ഒരു മാസ്റ്റർ പീസാണ് പരിശുദ്ധ കന്യാമറിയം. യേശുവിലേക്കുള്ള വഴി, മറിയം വഴി യേശുവിലേക്കുള്ള വഴി എന്ന് ആദ്യമായി പ്രഖ്യാപനം ചെയ്തു തരുന്നത് ലൂയി മോൺഫോർട്ടാണ്. യേശുവിനെ നിനക്ക് കാണുവാൻ ആഗ്രഹമുണ്ടോ? മാതാവ് നടന്നു നീങ്ങിയ വഴിയിലൂടെ കടന്നു നീങ്ങുക. ഇന്ന് ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് തിരുവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സർവ മക്കളോടുമായിട്ട് പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, ദൈവവചനം ശ്രവിക്കുകയും അത് വിശ്വസിക്കുകയും അത് ധ്യാനിക്കുകയും അതുമാത്രം നിറവേറുന്നതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്തവളാണ് പരിശുദ്ധ കന്യാമറിയം. നന്മ നിറഞ്ഞ അമ്മ നമുക്കൊരു മാതൃകയാണ്, നമുക്കൊരു മധ്യസ്ഥയാണ്, ഒരു ഉഷകാല നക്ഷത്രമാണ്. ദിശയറിയാതെ നമ്മൾ വിഷമിക്കുമ്പോൾ, ദൈവത്തിന്റെ പക്കലേക്കുള്ള വഴി അറിയാതെ കഷ്ടപ്പെടുമ്പോൾ പരിശുദ്ധ അമ്മയിലേക്ക് നോക്കുക. ആ അമ്മ ശരിയായ ദിശയിലേക്ക് നമ്മെ നയിക്കും. കൃപ നിറഞ്ഞവളും ദൈവസന്നിധിയിൽ നിന്ന് കൃപ ഏറ്റുവാങ്ങിയവളുമാണ് പരിശുദ്ധ കന്യാമറിയം. പരിശുദ്ധ അമ്മ ദൈവവചനത്തോട് ആമേൻ പറഞ്ഞ സ്ത്രീ രക്തമാണ്. നമുക്കറിയാം, ഗബ്രിയേൽ ദൂതൻ വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ അഭിവാദന സ്വരം കേട്ട് അസ്വസ്ഥയായിരുന്നു പരിശുദ്ധ കന്യാമറിയം. അപ്പോൾ ദൂതൻ പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി നിന്മേൽ ആവസിക്കും, നിന്നിൽ നിന്ന് ജനിക്കാൻ പോകുന്നവൻ പരിശുദ്ധൻ എന്നറിയപ്പെടും. മാതാവ് നസ്രസിലെ കൊച്ചു വീട്ടിൽ മുട്ടുകുത്തി പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ചരിത്ര നിയന്താവിന് ജന്മം നൽകി പരിശുദ്ധ കന്യാമറിയം സഭയുടെ സഹരക്ഷകയായി മാറുകയാണ്. കുരിശിൻ ചുവട്ടിൽ സഹിച്ചുകൊണ്ട് മാനവകുലത്തിന്റെ അമ്മയായി തീർന്നു പരിശുദ്ധ കന്യാമറിയം. പ്രിയപ്പെട്ടവരെ, കുരിശിൽ യേശുനാഥൻ രക്തം ചിന്തി മരിക്കുമ്പോൾ രക്തം ചിന്താതെ ഹൃദയമാകുന്ന ബലിപീഠത്തിൽ ജീവിതത്തിന്റെ കുരിശുകളെ മുഴുവൻ ദൈവത്തിന് സമർപ്പണം ചെയ്തുകൊണ്ട് സഭയുടെ
സഹരക്ഷയായി പരിശുദ്ധ കന്യാമറിയം രൂപാന്തരം പ്രാപിക്കുകയാണ്. മരണത്തോടെ എല്ലാം ഒറ്റപ്പെട്ടു പോയ സഭയ്ക്ക് ക്രിസ്തു ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടിയവളാണ് പരിശുദ്ധ കന്യാമറിയം. എന്ന് പറഞ്ഞാൽ കൂട്ടിപ്പിടിക്കാൻ, കൂട്ടി നിർത്താൻ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു പ്രത്യേകമായ പാഠവുമുണ്ട്. ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ ശിഥിലമായി തീരുമ്പോൾ, നമ്മുടെ കുടുംബങ്ങളുടെ സ്നേഹബന്ധം അറ്റുപോകുമ്പോൾ കൂട്ടിപ്പിടിക്കാനായിട്ട് പരിശുദ്ധ അമ്മയോട് ഒന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുക. കരങ്ങളിൽ ജപമാല എടുത്ത് പ്രാർത്ഥിക്കുക. പൊട്ടിപ്പോയ സ്നേഹങ്ങളും തകർന്നുപോയ സ്നേഹബന്ധങ്ങളും പടിയിറങ്ങിപ്പോയ സമാധാനവും വീണ്ടും നമ്മുടെ ഭവനത്തിൽ കടന്നു വരും. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യാമറിയം യേശുവിന്റെ മരണത്തോടെ ചിതറിപ്പോയ മക്കളെ കൂട്ടി നിർത്തി പ്രാർത്ഥിച്ച രംഗം എൻ്റെ മനസ്സിൽ തരുന്ന ചിന്ത. മതമർദ്ദന നാളുകളിൽ ക്രൈസ്തവർ തകർന്നു പോകാതെ, തളർന്നു പോകാതെ പെന്തക്കോസ്ത് രഹസ്യത്തിന് വേണ്ടി ഒരുക്കിയവളാണ് പരിശുദ്ധ കന്യാമറിയം. വചനം പറയുന്നില്ലേ, പരിശുദ്ധാത്മ വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും അവിടുന്ന് ഓർമ്മപ്പെടുത്തി തരും. പരിശുദ്ധാത്മ വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും അനുസ്മരിപ്പിച്ചു തരും. പരിശുദ്ധാത്മ വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തി തരും. പരിശുദ്ധ അമ്മയാണ് പെന്തക്കോസ്ത് തിരുനാളിന് ഒരുക്ക ശുശ്രൂഷ നടത്തിയത്. പ്രിയപ്പെട്ട മകളെ, പിതാവായ ദൈവത്തിന്റെ വത്സല പുത്രിയാണ് പരിശുദ്ധ കന്യാമറിയം. പുത്രനായ ദൈവത്തിന്റെ അമ്മയാണ് പരിശുദ്ധ കന്യാമറിയം. പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ മണവാട്ടിയാണ് പരിശുദ്ധ കന്യാമറിയം. എന്ന് പറഞ്ഞാൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ ത്രിത്വൈക ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ത്രിത്വൈക ദൈവത്തിന്റെ കൂടാരമായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ പ്രാർത്ഥന നമ്മുടെ അധരത്തിനും നമ്മുടെ ഹൃദയത്തിനും ഒത്തിരിയേറെ സന്തോഷം നൽകുന്നതാണ്. ഒറ്റ പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലി ജീവിതം മാറി മറിഞ്ഞ വ്യക്തികളെ എനിക്കറിയാം. ഒരു ജപമാല ചൊല്ലി തീരുമ്പോഴേക്കും ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടന്ന കുടുംബങ്ങളെ എനിക്കറിയാം. കാരണം പരിശുദ്ധ അമ്മ ത്രിത്വൈക ദൈവത്തിന്റെ ഒരു കൂടാരമാണ്. എന്ത് കാര്യമാണെങ്കിലും പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ അമ്മ നിറവേറ്റി തരാൻ നമ്മുടെ കൂടെ ഉണ്ടാകും. നമുക്കറിയാമല്ലോ, കാനായിലെ കല്യാണ വീട്ടിൽ ആ മഹാവിരുന്നിൽ അവിടെ വീഞ്ഞു തികയാതെ വന്നു. മാതാവ് ഇടപെട്ട കാര്യം നമുക്കറിയാം. മാതാവ് ഇത്രേ പറഞ്ഞുള്ളൂ, അവൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുക, അവൻ പറയുന്ന പോലെ ചെയ്യുക. വേറെ ഒന്നും അവിടെ പറയുന്നതായി കാണുന്നില്ല. യേശു പറഞ്ഞു, കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ. വെള്ളം നിറച്ചു, വക്കോളം നിറച്ചു, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു, ആശീർവദിച്ചു. എന്നിട്ട് പറഞ്ഞു വിളമ്പി കൊടുക്കുവാനായിട്ട്. എന്താണ് ഇവിടെ കാണുന്നത്? കണക്ക് തെറ്റിയ ഒരു വീട്ടിലേക്ക് കണക്ക് ശരിയാക്കാൻ കടന്നു വന്നവളാണ് പരിശുദ്ധ കന്യാമറിയം. നമുക്ക് പലപ്പോഴും അങ്ങനെ തോന്നാറില്ലേ? എൻ്റെ കണക്ക് കൂട്ടുകൾക്കൊക്കെ തെറ്റിപ്പോയി. വലിയ പ്രതീക്ഷയോടുകൂടെയാണ് വിവാഹത്തിൽ കടന്നു വന്നത്, തകർന്നു പോയി. വലിയ പ്രതീക്ഷയോടുകൂടെയാണ് കുഞ്ഞിന് ജന്മം നൽകിയത്, എൻ്റെ കണക്ക് കൂട്ടിൽ തെറ്റിപ്പോയി. മാതാപിതാക്കന്മാരുടെ വാത്സല്യങ്ങൾ, സ്നേഹങ്ങൾ കിട്ടാതെ അവൻ പല സ്ഥലങ്ങളിലേക്ക് പോയി. അപ്പൻ്റെ അമ്മയുടെ കണക്ക് കൂട്ടിൽ തെറ്റിപ്പോയി. ബിസിനസ് തുടങ്ങി, പരാജയത്തിലായി പോയി, കണക്ക് തെറ്റിപ്പോയി. പ്രിയപ്പെട്ടവരെ, കണക്ക് തെറ്റിയ വീട്ടിലേക്ക്, കണക്ക് തെറ്റിയ ജീവിതത്തിലേക്ക് കണക്കുകൾ ശരിയാക്കാൻ കടന്നു വരുന്നവളാണ് പരിശുദ്ധ കന്യാമറിയം. ഓരോ കുടുംബത്തിൻ്റെയും ദുഃഖങ്ങൾ, വേദനകൾ മാതാവിന് വളരെ നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഒരമ്മ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ, ഒരപ്പൻ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ, ഒരു കുഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ അമ്മ ആ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് അത് നിറവേറ്റി കൊടുക്കുവാനായിട്ട്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കന്യാമറിയം കണക്കു തെറ്റിയ, കണക്കുകൂട്ടികൾ തെറ്റിപ്പോയ ഭവനത്തിൽ
കണക്കുകൾ ശരിയാക്കാനായിട്ട് കടന്നു വരുന്നവളാണ്. പരിശുദ്ധ അമ്മ എത്രയോ എളിയ ശുശ്രൂഷയാണ് ചെയ്യുന്നത് അല്ലേ? എലിസബത്തിന്റെ വീട്ടിൽ പോയി ഇതാ ഇളയമ്മയെ സഹായിക്കാൻ പോകുകയാണ്. ആരാണ് ഇങ്ങനെ പോകുക? ദൂരങ്ങളോളമുള്ള സ്ഥലങ്ങളിലേക്ക്, മൈലുകളോളമുള്ള സ്ഥലങ്ങളിലേക്ക് അവിടെ കടന്നു ചെന്ന് ഇളയമ്മയെ ശുശ്രൂഷിക്കുകയാണ്. ശുശ്രൂഷ വരം കിട്ടണമെങ്കിൽ, കർത്താവിന് വേണ്ടി പ്രേക്ഷിത വേല നടത്തണമെങ്കിൽ, ദൈവിക ശുശ്രൂഷയിൽ വളരണമെങ്കിൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാനായിട്ട് അവിടെ കടന്നു ചെന്ന് നിസ്സാരങ്ങളായ പ്രവൃത്തികളായിരിക്കാം, അവ സ്നേഹത്തോടെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പരിശുദ്ധാത്മ നിറയുന്നത് എന്ന് അമ്മയുടെ ആ സ്നേഹ ശുശ്രൂഷയിലൂടെ ലോകത്തെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയോട് ഒരു 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 വലിയ ശത്രുതാ മനോഭാവമാണ് പിശാച് കാണിക്കുന്നത്. പിശാച് ഒരു കുടില തന്ത്രക്കാരനാണ്, നുണ പറയുന്നവനാണ്. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, പിശാച് ഇങ്ങനെ പറയുകയാണ്, ഇന്ന് എനിക്ക് തരിക, നാളെ ദൈവത്തിന് വേണ്ടി അധ്വാനിക്കാം. ഇത് പിശാചിന്റെ ഒരു കുടില തന്ത്രമാണ്. ഇന്ന് നീ എനിക്ക് തരിക, നാളെ ദൈവത്തിന് വേണ്ടി അധ്വാനിക്കാം. പ്രിയപ്പെട്ടവരെ, ഇത് പിശാച് ഒരുക്കുന്ന ഈ തിന്മയ്ക്കെതിരെ, പിശാചിനെതിരെ ചാട്ടവാറടിയുമായിട്ടാണ് പരിശുദ്ധ കന്യാമറിയം കടന്നു വന്ന് സ്വർഗത്തിന്റെ പുത്രിയായി തീരുന്നത്. കൊളേസൂസ് 2:2 നാം വായിക്കുന്നു, അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പാലിച്ചുകൊണ്ട് ദൈവത്തിന് നിരന്തരമായി കൃതജ്ഞത അർപ്പിക്കുവാനായിട്ട് മാതാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. എൻ്റെ മകളെ, സ്നേഹമാകുന്ന കനകം ഹൃദയത്തിലും പ്രാർത്ഥനയാകുന്ന കുന്തിരിക്കം ആത്മാവിലും ആശാനിഗ്രഹമാകുന്ന മീറ ശരീരത്തിലും സംവഹിച്ച് നീങ്ങിയവളാണ് പരിശുദ്ധ കന്യാമറിയം. ഒരിക്കൽ കൂടി, സ്നേഹമാകുന്ന കനകം ഹൃദയത്തിലും പ്രാർത്ഥനയാകുന്ന കുന്തിരിക്കം ആത്മാവിലും ആശാനിഗ്രഹമാകുന്ന മീറ ശരീരത്തിലും വഹിച്ച് നീങ്ങിയവളാണ് പരിശുദ്ധ കന്യാമറിയം. ഈ പരിശുദ്ധ അമ്മ ഹൃദയത്തിലും ആത്മാവിലും സ്വർഗീയ സിംഹാസനം ഒരുക്കിയവളാണ്. ആ അമ്മ നമ്മോടും പറയുന്നുണ്ട്, നമ്മുടെ ഹൃദയത്തിലും ക്രിസ്തുവിനെ നാഥനും രക്ഷകനുമായി പൂജിച്ച് നിത്യ കിരീടം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ വേണ്ടി പരിശുദ്ധ അമ്മ എല്ലാ ക്രൈസ്തവ മക്കളെയും ആഹ്വാനം ചെയ്യുകയാണ്. എങ്ങനെയാണ് ഹൃദയത്തിലും ജീവിതത്തിലും ദൈവത്തിന് സിംഹാസനം ഒരുക്കുവാൻ സാധിക്കുക? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവത്തിന്റെ അമ്മ പ്രത്യേകമായി തന്നിരിക്കുന്ന നിർദ്ദേശം നിങ്ങൾ അറിയിക്കുകയാണ്. 1, ആത്മാവിലും ശരീരത്തിലും കുടുംബത്തിലും സമൂഹത്തിലും ദൈവത്തിന് മാത്രം 1-ാം സ്ഥാനം കൊടുത്തവളാണ് പരിശുദ്ധ കന്യാമറിയം. ദൈവത്തിന് 1-ാം സ്ഥാനം നമ്മുടെ എല്ലാ ചെയ്തികളിലും നമ്മുടെ പ്രവൃത്തികളിലും കൊടുക്കുമ്പോൾ ഹൃദയത്തിൽ സിംഹാസനം ഒരുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയമാകുന്ന ആലയം, നമ്മുടെ ശരീരമാകുന്ന ആലയം, നമ്മുടെ കുടുംബമാകുന്ന ആലയം, ഈ 3 ആലയങ്ങളെയും ഒരു വ്യക്തി വിശുദ്ധീകരിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി മാത്രമായി ചെലവഴിക്കപ്പെടുമ്പോൾ, ഹൃദയത്തിലും ശരീരത്തിലും കുടുംബത്തിലും നാം ദൈവത്തിനായി സിംഹാസനം ഒരുക്കുകയാണ്. 2, എങ്ങനെയാണ് നമ്മൾ സിംഹാസനം ഒരുക്കേണ്ടത്? മാതാവ് പറയുന്നു, ലൗകിക വസ്തുക്കളിൽ നിന്ന് മോചനം നേടിയാൽ നിന്റെ ഹൃദയത്തിൽ സിംഹാസനം ഒരുക്കാൻ സാധിക്കും. എൻ്റെ മക്കളെ, നമ്മുടെ ഏറ്റവും നല്ല പ്രവൃത്തികളിൽ പോലും സൃഷ്ടികളോടുള്ള അമിതമായ ഒരു ആസക്തി മനുഷ്യനിലുണ്ട്. സുഖ സൗകര്യങ്ങൾ, ആർഭാട ജീവിതം, ദുഷിച്ച കൂട്ടുകെട്ട്, സമ്മേളനങ്ങൾ, കണ്ണിന്റെ ദുരാശ, ജഡത്തിന്റെ ദുരാശ, ജീവിതത്തിന്റെ അഹങ്കാരം, ഇത് മൂലമായിട്ട് ലൗകിക വസ്തുക്കളോടുള്ള ഒരു പ്രത്യേകമായിരിക്കുന്ന മമത കടന്നു വരുമ്പോൾ സ്വർഗത്തിന്റെ സിംഹാസനം നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിക്കാൻ സാധ്യമല്ല.
അതുകൊണ്ട് രണ്ടാമതായി തരുന്ന സന്ദേശം, ലൗകിക വസ്തുക്കളിൽ നിന്ന് നമ്മൾ മോചനം നേടണം. മൂന്നാമതായി പരിശുദ്ധ അമ്മ പറയുന്നു, പരിധിയില്ലാതെ സ്നേഹിക്കാനും പരാതിയില്ലാതെ സഹിക്കാനും തയ്യാറായാൽ ഹൃദയത്തിൽ സിംഹാസനം ഒരുക്കാൻ സാധിക്കും. നമ്മൾക്കറിയാമല്ലോ, പരിശുദ്ധ അമ്മ പരിധിയില്ലാതെ സ്നേഹിക്കുകയാണ്, പരാതിയില്ലാതെ സഹിക്കുകയാണ്. മാതാവിന്റെ 7 വ്യാകുലങ്ങളും നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ബേത്ലഹേമിലെ കാലിത്തൊഴുത്ത്, ഒരു മകന് ജന്മം നൽകാനായിട്ട് ഒരു വീടില്ല, ഒരു വാടക വീടില്ല, ഒരു പുൽക്കൂട്. എന്ന ആ പുൽക്കൂടിനെ സ്വർഗമാക്കി മാറ്റി, സ്വർഗരാജ്യമാക്കി മാറ്റി ആ രാജ്യത്തിന്റെ രാജാവായി യേശുവിനെ മാതാവ് കാണുകയാണ്. ഈജിപ്തിലേക്കുള്ള പലായനം, യേശുവിനെ കാണാതാകുന്നത്, അതുപോലെ തന്നെ കർത്താവിന്റെ മൃതശരീരം തന്റെ മടിയിൽ കിടത്തുമ്പോഴൊക്കെ ഒരു വാക്ക് കാമ എന്നൊരു വാക്ക് പോലും പരാതിയില്ല. ഇന്ന് മാതാവ് പറയുന്നുണ്ട്, എത്ര അസൗകര്യങ്ങൾ ഉണ്ടായാലും ആ അസൗകര്യങ്ങളുടെ നടുവിൽ ദൈവത്തിന് സിംഹാസനം ഒരുക്കിയ പരിശുദ്ധ കന്യാമറിയം നമ്മോട് പറയുന്നുണ്ട്, പരിധിയില്ലാതെ സ്നേഹിക്കാൻ, പരാതിയില്ലാതെ സഹിക്കാൻ ആരൊക്കെ തയ്യാറാകുന്നുവോ അവിടെ ഹൃദയത്തിൽ ദൈവം സിംഹാസനം ഒരുക്കുകയാണ്. നാലാമതായിട്ട് മാതാവ് പറഞ്ഞു തരുന്നത് സൗമ്യത, വിനയം, എളിമ, മിതത്വം. ഇതിലൂടെ സ്വർഗീയ സിംഹാസനം നമ്മുടെ ഹൃദയത്തിൽ ഒരുക്കാൻ സാധിക്കും. നമ്മൾ കാണാറില്ലേ സൗമ്യമായി സംസാരിക്കുന്നവരെ? നമ്മൾ കാണാറില്ലേ എത്ര വലിയ സമ്പന്നനായിരുന്നാലും വിനീതമായി പ്രവർത്തിക്കുന്നവര്, വലിയ എളിമയോടെ പ്രവർത്തിക്കുന്നവര്? വചനം പറഞ്ഞില്ലേ, മാതാവ് പറഞ്ഞില്ലേ, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നെ നിറവേറട്ടെ. എളിമയുടെ മനോജ്ഞമായ ഒരു സൂക്തമാണിത്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നെ നിറവേറട്ടെ. അവസാനമായി മിതത്വം. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും മിതത്വം പാലിക്കണം. ഭക്ഷണത്തിലായാലും, വസ്ത്രത്തിലാണെങ്കിലും, പാർപ്പിടത്തിലാണെങ്കിലും, വാഹനത്തിലാണെങ്കിലും ഒരു മിതത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സ്വർഗീയ സിംഹാസനം മാതാവിനെ പോലെ നമുക്കും ഒരുക്കാൻ സാധിക്കും. അഞ്ചാമതായിട്ട് മാതാവ് പറഞ്ഞു തരുന്നു ഉപവാസം, നൊയിമ്പ്, പ്രാർത്ഥന, പരിത്യാഗം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിൽ ത്യാഗം എടുക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ സ്വർഗീയമായിരിക്കുന്ന സന്തോഷം ഉണ്ടാകും. അതായത് മൂശാ പ്രവാചകൻ മലമുകളിൽ കയറി കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ താഴ്വാരത്തിൽ ജോഷുവയ്ക്ക് വിജയം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കുടുംബത്ത് മക്കൾക്ക് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിക്കാൻ ഒരു അപ്പനും അമ്മയും ഉണ്ട് എങ്കിൽ, ഒരു സഭയിൽ ഒരു സമൂഹമുണ്ട് എങ്കിൽ അവിടെ സ്വർഗീയ സിംഹാസനം ഒരുക്കാനായിട്ട് സാധിക്കും. കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ, ശരീരത്തിൽ വേദന സഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൽ ദൈവം സിംഹാസനം ഒരുക്കുന്നു. ആറാമതായി മാതാവ് പറഞ്ഞു തരുന്നത് ലോക പാപത്തിന് വേണ്ടി പ്രായശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട്. എനിക്ക് ചില യുവജനങ്ങളെ എനിക്കറിയാം, ത്യാഗം സഹിച്ച് അതിരാവിലെ എഴുന്നേറ്റ് പ്രഭാതങ്ങൾ തോറും ദൈവാലയത്തിൽ വന്ന് വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്നവര്, കൃത്യമായ വിധത്തിൽ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. ഒരു ചെറുപ്പക്കാരൻ പറയുകയായിരുന്നു, അവന്റെ കരങ്ങളിൽ മെഴുകുതിരികൾ വെച്ചുകൊണ്ട് ഒരു ജപമാല മുഴുവൻ ചെല്ലും ഫാദറെ, തിരുസഭയ്ക്ക് വേണ്ടിയിട്ട് ലോകം ഓരോ ദിവസം ചെയ്തു കൂട്ടുന്ന പാപത്തിന് പരിഹാരമായിട്ട് ഞാൻ പോലും അറിയാത്തതായ അത്ഭുതകരമായ അടയാളങ്ങളാണ് ആ പ്രാർത്ഥനയിലൂടെ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ലോകത്തിന് വേണ്ടി, പാപം ചെയ്ത് ജീവിക്കുന്നവർക്ക് വേണ്ടി പരിഹാരം ചെയ്യാനായിട്ട് വിശുദ്ധാത്മാക്കൾ പറയുന്നു, ജപമാല സഖ്യത്തിലൂടെ അനന്തമായ നന്മകൾ ഈ ലോകത്ത് അനർഗളം പ്രവഹിക്കാൻ ഇടവരുമെന്ന്. അതുകൊണ്ട് ഇന്ന് നമ്മോട് മാതാവ് പറയുന്നുണ്ട്, അനുദപിക്കുക, പരിഹാരം ചെയ്യുക, മാനസാന്തരപ്പെടുക. എവിടെയൊക്കെ മാതാവ് പ്രത്യക്ഷപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ മാതാവിന് ഇതേ പറയാനുള്ളൂ, മകളെ നിങ്ങൾ അനുദപിക്കുക, നിങ്ങൾ മാനസാന്തരപ്പെടുക,
നിങ്ങൾ പരിഹാരം ചെയ്ത് ജീവിക്കുക. ഇതിലൂടെ ഹൃദയത്തിൽ ദൈവത്തിനായി സിംഹാസനം ഒരുക്കാൻ സാധിക്കും. അവസാനമായിട്ട് മാതാവ് നമ്മോട് പറയുന്നു, മാതാവിനെ പോലെ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ, വിശുദ്ധി കൂടാതെ ആർക്കും തന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. ഒരു സാധാരണ വിശുദ്ധനായി തീരാനല്ല, ഒരു വലിയ വിശുദ്ധനായി തീരുവാൻ. ഒരു സാധാരണ രക്തസാക്ഷിയല്ല, അതിവിശുദ്ധമായ വിധത്തിൽ രക്തസാക്ഷിത്വം വരിക്കാൻ. നമുക്കൊരു സാധാരണ ഒരു മകനായി, ഒരു ഭാര്യയായി, ഒരു ഭർത്താവായി, ഒരു സാധാ അച്ഛനായിട്ട്, ഒരു സാധാ സിസ്റ്ററായി ജീവിക്കാം. എന്നാൽ സഭയ്ക്ക് മാതൃകയും തിരുസഭയ്ക്ക് വീരോചിതമായി പ്രവർത്തിക്കാൻ കഴിയുന്ന നല്ല വൈദികനായി തീരുവാൻ, നല്ല സിസ്റ്ററായി തീരുവാൻ, നല്ല കുടുംബിനിയായി തീരുവാൻ, നല്ല ഒരു അമ്മയായി തീരുവാൻ, ഒരു നല്ല സഹോദരനായി തീരാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിശുദ്ധ കന്യാമറിയത്തെ പോലെ ഹൃദയത്തിൽ ദൈവത്തിനായി നമ്മൾ സിംഹാസനം ഒരുക്കണം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ എന്നിൽ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഈ ഭാഗ്യം വിളിച്ചു വരുത്തുവാനായിട്ട് പരിശുദ്ധ ദൈവമാതാവ് നമ്മെ സഹായിക്കട്ടെ. ഏത് ജീവിതാവസ്ഥയിലാണെങ്കിലും, ഏത് ജീവിതത്തിന്റെ അവസ്ഥയിലാണെങ്കിലും ഹൃദയത്തിൽ സിംഹാസനം ഒരുക്കുവാൻ പരിശുദ്ധ ദൈവമാതാവ് നമ്മെ മാടി വിളിക്കുകയാണ്. അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, മാതാവേ, അമ്മയെപ്പോലെ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വർഗീയ സിംഹാസനം ഒരുക്കിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ തലമുറയെയും ഈ ലോകത്തെയും പരിശീലിപ്പിക്കണമേ. ആമേൻ.